12കാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തയെ തുടർന്നാണ് പോലീസ് നടപടികൾ ആരംഭിച്ചത്. തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാതാപിതാക്കൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഈ മാസം 14-ാം തീയതിയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴിയിൽ 12 വയസ്സുകാരനെ അയൽവാസി അകാരണമായി ചെരുപ്പുകൊണ്ട് തലയ്ക്കും കഴുത്തിനും ചങ്കിനും അടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിലെത്തിച്ച ബാലനെ വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്നും തേനി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ ലഭിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. രണ്ടുപേരും ഒരു പാർട്ടിക്കാർ ആയതുകൊണ്ട് തന്നെ പാർട്ടി ഓഫീസിൽ തീർക്കണം എന്നാണ് പോലീസ് നിർദ്ദേശിച്ചത് എന്ന് മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. തങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ട സഹായം അഭ്യർത്ഥിച്ച സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ സ്കൂളിൽ നിന്നും നടന്ന സംഭവം അല്ലാത്തതുകൊണ്ട് ഇടപെടാൻ കഴിയില്ല എന്ന് ബാലൻ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ പറഞ്ഞതായും മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സംഭവം വിവാദമായി മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് പോലീസ് നടപടിയുമായി മുന്നോട്ട് ഇറങ്ങിയത്. ഇന്നലെ വരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലീസ് തന്നെ ബാലന്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. കുട്ടികൾക്ക് എതിരായ അതിക്രമം തടയുക നിയമപ്രകാരം ആയിരിക്കും കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. ഇതിനിടയിൽ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് കുട്ടികൾക്കെതിരായ അതിക്രമം നിരന്തരമായും കൂടുതലായും നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് അന്വേഷിക്കേണ്ട ചൈൽഡ് ലൈൻ, ബാലാവകാശ കമ്മീഷൻ, ICDS തുടങ്ങിയ വകുപ്പുകൾ നിർജീവമായി പ്രവർത്തിക്കുന്നതായി ആരോപണം ഉയർന്നിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.